ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. വീട്ടിൽ ചെറിയൊരു അടിയന്തരമായിട്ട് കുറച്ച് തിരക്കായി പോയി. അതാണ് ഇത്രയും ലേറ്റായത്. പിന്നെ ഈ സ്കൂൾ അവധിക്ക് എപ്പോഴെങ്കിലും പോയി പല്ലെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കും തോറും. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് എന്തായാലും ആ സമയത്തും വേണ്ട ഒരു പത്തല്ല അതിൽ കൂടുതൽ 10 ദിവസമല്ല അതിൽ കൂടുതൽ ചിലപ്പോൾ റെസ്റ്റ് വേണ്ടി വരും. കാരണം വായു കൊണ്ട് ഉള്ളതായതുകൊണ്ട് ഞാൻ അതിനു മുന്നേ മാക്സിമം റെക്കോർഡ് ചെയ്ത് ഡബ് ചെയ്ത് വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നോക്കാം. അപ്പോഴുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ്സ് അറിയിക്കാം. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്താ? വേറൊന്നുമില്ല, ജസ്റ്റ് എ ക്യൂരിയോസിറ്റി. ഞാനന്ന് പറഞ്ഞില്ലേ എനിക്ക് അതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വൈൽഡായിട്ടുള്ള തോട്ട്സാണ് വരാറെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലുള്ള തോട്ട്സ് അതിന് വരാറുണ്ടോ? എന്നെക്കുറിച്ച് അതും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചതാണ്. ക്യൂരിയോസിറ്റിയുടെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനെ ചോദിക്കരുതായിരുന്നു. അത് അല്ലടോ, താൻ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ വേറെ ഉദ്ദേശത്തോടൊന്നും അല്ല ചോദിച്ചത്. അങ്ങനല്ല. അതെങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല. അതാ കാരണം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ഓക്കെ, മനസ്സിലായി. എടാ, ഇറങ്ങാറായില്ലേ നീ? ചേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞു തീർന്നില്ല. ചേച്ചിയാ? എടുക്ക്. ഹലോ, ആണോ? അയ്യോ, ചേച്ചിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അമ്മയെക്കാളും ചേച്ചിയായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. സാരമില്ല ചേച്ചി. ശരി ശരി. ഞാൻ ചെന്ന് വിളിച്ചേക്കാം. ശരി ചേച്ചി. പണി വാളിയടാ. എന്താ? ചേച്ചിയല്ല, അമ്മയാ വരുന്നേ. അതിനെന്താ, ആരും എന്നാലും കുഴപ്പമില്ല. അമ്മയെ പറ്റിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാ. എടാ അതല്ല, അമ്മയെ ഞാൻ ഇനി ചെന്ന് വിളിക്കണം. ഇനി അമ്മയെ വിളിക്കണമെങ്കിൽ ഞാൻ ഇനി ബസ്സിൽ വീട്ടിൽ പോയി അവിടെ നിന്ന് അമ്മയെ കാറിൽ പിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതുമാത്രമല്ല, ഇന്ന് 3 മണിക്ക് ശേഷം രാഹുകാലത്രേ.
അതുകൊണ്ട് നേരത്തെ ഇതൊക്കെ നോക്കണമെന്നാ ചേച്ചി പറഞ്ഞേ. ഇതിപ്പോൾ കുരിശായല്ലോ. നിന്റെ അമ്മയെ ചെന്ന് വിളിക്കണം, ജാതകം വാങ്ങണം, 3 മണിക്ക് മുന്നേ നോക്കണം. ഇപ്പം തന്നെ മണി 2 കഴിഞ്ഞു. ഇതൊക്കെ എപ്പോൾ ചെയ്യാനാ? അതാ ഞാനും ആലോചിക്കുന്നേ. ഒരു കാര്യം ചെയ്യ്, നീ അമ്മയെ ചെന്നൊന്ന് പിക്ക് ചെയ്യോ? ഞാൻ ജാതകം വാങ്ങാൻ പോവാം. നിന്റെ അമ്മയെ ഞാൻ ചെന്ന് വിളിക്കാനോ? അല്ലേല് നീ ചെന്ന് ജാതകം വാങ്ങും, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുമ്പിടിയെ കാണാൻ വേണ്ടി പോവാം. എന്താ അതിനും വയ്യേ? അല്ലടാ, അവിടെ മറ്റവള് കാണോ? ആര്? അവിടെ ഒരുത്തി ഉണ്ടല്ലോ, കഴുത്തിന് ചുറ്റും നാക്കുള്ള ഒരുത്തി. അവളൊന്നും കാണില്ല, കോളേജിലായിരിക്കും. അപ്പം ശരി, ഞാൻ പോവാം. അപ്പം ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ നീ ഞാൻ വരുന്നേന്ന്? വേണ്ട, ആരെങ്കിലും ചെന്ന് വാങ്ങിയാൽ പോരെ. അല്ല, ഞാൻ 4 മണിക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടുള്ളേ. നീ ഇപ്പോഴേ പോകുന്നില്ലേ? അപ്പം അതെങ്കിലും വിളിച്ച് പറയണ്ടേ? വേണ്ടടാ, എപ്പോൾ പോയാലെന്താ, സാധനം കൈ കിട്ടില്ലേ? ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. നീ ഇതെന്താ ചെയ്യുന്നേ? ഫേസ് പാക്ക് ഇടുക, കണ്ണ് കണ്ടൂടെ? എന്തുവാ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അവർ വരുന്നതിന് മുന്നേ ഒന്ന് റെഡിയാവാൻ നോക്ക്. ആര്? എടി, ചെക്കൻ വരുന്നുണ്ടെന്ന്. എടി, അദ്വൈത് വരുന്നുണ്ട്. എന്തിന്? ജാതകം വാങ്ങാൻ. അതിന് ഞാനെന്തിനാ ഒരുങ്ങുന്നേ? പിന്നെ ഈ കോലത്തിൽ നിൽക്കാൻ പോവാണോ? പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ നോക്ക്. നോക്കാം. പിന്നെ അവർ വരുമ്പോൾ 4 മണി കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വനജയുടെ വീട് വരെ പോയിട്ട് വരാം. എന്തിന്? എന്തിനാ അവൾ വിളിച്ചായിരുന്നു. ഞാൻ പോയിട്ട് വരാം, നീ പോയി കുളിച്ചിട്ട് വാ. ശരി. പിന്നെ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് കഥകൊന്ന് അടച്ച് കേട്ടോ. ശരി, അമ്മ പോയിട്ട് വാ. കറക്റ്റ് സമയത്ത് ആരാണാവോ പോയില്ലേ? എടി, ഞാൻ ആ ഗ്യാസ് ഓഫാക്കിയൊന്നൊരു സംശയം, നീ ഒന്ന് ചെക്ക് ചെയ്തേ. ഗ്യാസൊക്കെ ഓഫ് തന്നെ. അമ്മ ഇപ്പം അതിന് ഓണാക്കിയില്ലല്ലോ. ശരി, അടച്ചേരെ. സ്വസ്ഥമായിട്ടൊന്ന് സുന്ദരിയാവാൻ സമ്മതിക്കൂല തള്ള. ഈ കിളവിനെ ഞാനൊന്നും. എന്താ താനോ? ആരാ? ഇത് ആരാധയുടെ വീടല്ലേ? അതെ. നിങ്ങൾ ആരാധയുടെ ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ആരാധയുടെ സിസ്റ്ററാടോ, അവന്തിക. ആണോ? കണ്ടിട്ട് മനസ്സിലായില്ല. ഇതെന്താ കത്തിവേഷത്തില് കഥകളിക്ക് പോകുന്നുണ്ടോ? താനിപ്പോൾ എന്തിനാ വന്നേ? വെറുതെ തൻ്റെ ഈ സൗന്ദര്യം തുളുമ്പുന്ന മുഖം കാണാൻ. ഞാനിപ്പോൾ വരാം. എവിടെ പോവാ? മുഖം കഴുകാനാണെങ്കിൽ കഴുകണമെന്നില്ല കേട്ടോ. ഈ മുഖം അതിനൊക്കെ ചേരുന്നേ, കഥകളിയിലെ കത്തിവേഷം പോലെ. ഓടോ. അവൾ പെട്ടെന്ന് വാഷ്റൂമിൽ കയറി മുഖം കഴുകി. ടോട്ടൽ എംബാരസിങ്. ഇത്ര നാളെ ഞാൻ വാർത്തെടുത്ത എൻ്റെ ഓറ മൊത്തം പോയി. പൊട്ടന് വരാൻ കണ്ട സമയം. അതാ വരുന്നു. താൻ എന്തിനാ കോളിംഗ് ബെല്ലടിച്ച് ആളെ കൂട്ടാൻ നോക്കുന്നേ? പിന്നെ എന്നോട് നിർത്തിയിട്ട് മേഡം ഇവിടെ പോയതാ? അല്ല, ഈ വീട്ടിൽ വരുന്ന ആളെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്തു നിർത്തിയാണോ സംസാരിപ്പിക്കാറ്? അതിനിവിടെ ഇപ്പോൾ ആരുമില്ല. താൻ എന്തിനാ വന്നേ? അത് എന്നോട് പറയേണ്ട കാര്യമല്ല. ഇവിടെ മുതിർന്നവർ സംസാരിക്കേണ്ട കാര്യം. എവിടെ? അമ്മയെ വിളിക്കും. അമ്മ ഇവിടെ ഇപ്പോൾ ഇല്ല. താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. പറ്റില്ല, ഇതൊന്നും കൊച്ചുകുട്ടികളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ താ അവിടെ തന്നെ നിൽക്ക്. അമ്മ വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അമ്മ എപ്പോ വരും? അറിയില്ല. തനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാൻ കരുതിയിട്ടാ ചോദിച്ചേ. എന്തിനാ വന്നേ? ഞാൻ ആ ജാതകം വാങ്ങാൻ വേണ്ടി വന്നതാ. അതിന് താനെന്തിനാ വന്നേ? ആദിച്ചേട്ടനല്ലേ വരുമെന്ന് പറഞ്ഞിരുന്നേ. ആദിച്ചേട്ടന് ലേശം തിരക്കൊണ്ടു. അതുകൊണ്ട് കൊച്ചു പോയി അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ ആ ജാതകം എടുക്കും. കൊച്ചോ? അവളുടെ കൊച്ചു എന്താ? അല്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞവൾ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ വീട്ടിൽ തന്നെ ഇരുന്ന് റിങ് ചെയ്തു. അയ്യോ, അമ്മ ഫോണ് കൊണ്ടുപോയില്ല. എനിക്കാണെങ്കിൽ ആ ജാതകം എവിടെ ഇരിക്കുന്നൊന്നും അറിയത്തുമില്ല. എനിക്ക് ആ ജാതകം 3 മണിക്ക് മുന്നേ കാണിക്കണം. കുട്ടി പോയി. കുട്ടിയോ?
താൻ കുറച്ച് നേരം ആയല്ലോ എന്നെ കുട്ടി കുട്ടിയെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അത്ര കൊച്ചൊന്നുമല്ല. ഓ എങ്കിൽ ശരി. ആൻറ്റി പോയി ആ ജാതകം കൊണ്ടുവരാൻ വല്ല വകുപ്പ് ഉണ്ടോ നോക്ക്. ആൻറ്റി ഇയാളെ ഞാൻ ഈ അമ്മ ഇതെവിടെ പോയി കിടക്കുവാണോ? കൊച്ചേ ആ ജാതകം എടുക്ക്. താനൊന്ന് അടങ്ങടോ. ജാതകം എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അലമയുടെ ചാവി അമ്മയുടെ കയ്യിലാ. ബെസ്റ്റ്. അപ്പൊ പിന്നെ നിന്റെ അമ്മ വരുന്നവരെ ഞാൻ ഇവിടെ കുത്തലൊക്കെ പോലെ നിൽക്കണോ? ശരി, ഒരു കാര്യം ചെയ്യും. താൻ അകത്ത് കയറി വന്നോ, അമ്മ ഇപ്പൊ വരും. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, വല്ല വിമ്മോ ഡെറ്റോളോ കലക്കി തന്ന പോലെ അറിയില്ല. അല്ല, അന്നത്തെ ആ സ്വർണ്ണമല്ലേ, അത് കിട്ടിയില്ല. ഇനി വേറെ എന്തെങ്കിലും? താനീ മൂശാട്ടയാന്ന് തോന്നുന്നു. അല്ല, ഈ ജാതകം വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? പൊരുത്തം നോക്കാൻ പോവാ? പൊരുത്തം നോക്കി വിവാഹം ഉറപ്പിക്കാൻ പോവാണോ? ആയിരിക്കുന്നോ? തനിക്കറിയില്ല ആദിച്ചേട്ടനും ആദിച്ചേച്ചിയും തമ്മിലുള്ള ബന്ധം? ഒന്ന് പതുക്കെ പറയേ. നീ മയക്ക് വെച്ച് എല്ലാരും അറിയിക്കുമല്ലോ. അറിയിക്കുന്നൊന്നുമല്ല, ഇത്രയൊക്കെയായിട്ടും ആർക്കൊരു ചൂടൊന്നും ഇല്ലത്തോണ്ട് ചോദിച്ചതാ. നിനക്കെന്താ ഈ മാരേജ് ഇഷ്ടമല്ലേ? ഇല്ല. എന്താ, ചേച്ചിയുടെ കാര്യമുള്ളതുകൊണ്ടാണോ? അതുമാത്രമല്ല, പിന്നെ എനിക്ക് വേറൊരാളെ ഇഷ്ടം. ഓ, തനിക്ക് പ്രേമോ? കൊള്ളാലോ. എന്തേ, എനിക്ക് പ്രേമിക്കാൻ പാടില്ലേ? പാടില്ല എന്ന് ആര് പറഞ്ഞു? വീട്ടിലുള്ളവർക്ക് അറിയാമോ? അല്ല, നിനക്ക് പ്രേമം തോന്നിയ ഹതഭാഗ്യൻ ആരാണവോ? കോളേജ് സീനിയറോ മറ്റാണോ? അല്ല, എന്താ താൻ ഹതഭാഗ്യൻ എന്ന് പറഞ്ഞു കളഞ്ഞത്? പിന്നെ നിന്റെ കയ്യിൽ വന്ന് പെടുന്നവൻ ഹതഭാഗ്യൻ അല്ലാതെ പിന്നെ എന്ത് ഭാഗ്യവാനാണെന്ന് പറയണോ? ഓ, എങ്കിൽ താൻ തന്നെയാ ഹതഭാഗ്യൻ. എന്താ? ഒന്നുമില്ല. തനിക്ക് കുടിക്കാനൊന്നും വേണ്ട എന്നുള്ളത് ഉറപ്പല്ലേ? എന്താ? എങ്കിൽ താനിവിടെ ഇരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്ത്? നീ കുളിച്ചിട്ട് വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണോ? ഞാനാരാ നിന്റെ വീടിന്റെ സെക്യൂരിറ്റിയോ? ഞാൻ പോയിട്ട് നീ കുളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. തനിക്ക് അതുവരെ എന്നെ ഒന്ന് കണ്ടോണ്ടിരിക്കാനായിരിക്കും അല്ലേ? ഓ, കണ്ടോണ്ടിരിക്കാൻ പറ്റിയ മുതല്. ഏത് നേരത്താണോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വരാൻ തോന്നിയത്? ഹലോ, ഇവിടെ ഒന്നും ആയില്ല. ഇവിടെ ആ തള്ള, അല്ല ആ അമ്മ ഇല്ല. എവിടെ പോയോ? ഇവിടെ ഒരു കുരിശുണ്ട്. അതന്നെ. പെട്ടെന്ന് എങ്ങനെ വാങ്ങാനാടാ നീ പറയുന്നേ? ഇവിടെ ജാതകം തരാനുള്ള ആളിവിടെ ഇല്ല. ഉള്ളതിനാണെങ്കിൽ അവിടെ ഇരിക്കുന്നൊന്നും അറിയത്തുമില്ല. അവളുടെ അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതോ? ഇല്ല. ശരി, ഞാൻ വിളിക്കാം. ഇവിടെ ഉണ്ടായിരുന്നത് എവിടെ പോയി? ഹലോ, അതുമല്ലല്ലോ. എന്താണോ ഇതിന്റെ സാധനത്തിന്റെ പേര്? അവന്തിക. ഹലോ,
താനിവിടെ എന്താ ചെയ്യുന്നേ? അനുവദല്ലത് പെൺകുട്ടിയുടെ റൂമിൽ കയറുമെന്ന് തനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് വന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് പിടിച്ചു വാങ്ങി. താനൊന്ന് പുറത്തു പോയേ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. ചമ്മി നാണം കിട്ടും. ഈ ബുക്ക് ഇപ്പം എങ്ങനെയാ മീത വന്നേ? ഞാൻ ഒളിച്ചു വെച്ചിരുന്നതാണല്ലോ. ഇതിപ്പോൾ അയാളായതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അമ്മ കണ്ടിരുന്നെങ്കിലോ? എൻ്റെ ദൈവമേ. അവൾ പെട്ടെന്ന് ആ ബുക്ക് എടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ രണ്ടുപേർക്കിടയിലും ഒരു സംസാരവുമില്ല. അത്യന്തം നിശബ്ദം. ഞാൻ പുറത്തു നിൽക്കാം, ഭയങ്കര ചൂട്. വേണ്ട. അമ്മ ഇനി വീട്ടിൽ വരുന്ന സമയത്ത് താൻ പുറത്തു നിൽക്കുന്നത് കൊണ്ട് അമ്മ എന്നെ വഴക്ക് പറയും. ഇപ്പം തന്നെ വന്ന ആൾക്ക് വെള്ളം പോലും തന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ മെക്കിട്ട് കയറാതിരുന്ന ഭാഗ്യം. ഓ, അങ്ങനെയെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഓക്കെ. താങ്ക്സ്. അയ്യോ, സോറി, അറിയാതെ പറ്റിയതാ. ഇറ്റ്സ് ഓക്കെ. സാരമില്ല എന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് അവൻ്റെ പാൻറ്റിലായി ഈർപ്പം തുടച്ചു. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, അറിയാതല്ലേ. മോനെ പോന്നു? ഞാൻ വന്നിട്ട് കുറേ നേരമായി. ആണോ? ഒന്ന് വിളിക്കാത്തെന്താടി? അതിന് അമ്മയുടെ ഫോൺ ഇവിടെയല്ലേ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വനജയുടെ ഫോണിലൊന്ന് വിളിച്ചുകൂടായിരുന്നു? എങ്കിൽ ഞാൻ ഉടനെ വന്നേനല്ലോ. എനിക്കത് ഓർമ്മ പോയില്ല. നല്ല ആളാ. മോനതിൽ കുടിക്കാൻ തന്നായിരുന്നോ? തന്നാൻറ്റി. വെള്ളം തന്നു. വെള്ളോ? ഡ്രിങ്ക്സ് എന്തെങ്കിലും കലക്കാത്തെന്താ? ആൻറ്റി, ഞാൻ തന്നെയാ വേണ്ടാന്ന് പറഞ്ഞേ. ആൻറ്റി, ആ ജാതകം തന്നിരുന്നെങ്കിൽ. മോൻ ജാതകം വാങ്ങാൻ വന്നതാണോ? ഒരു വാക്കൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്രയും നേരം കാത്തിരിക്കേണ്ടായിരുന്നു. അത് സാരമില്ല ആൻറ്റി, എനിക്ക് തിരക്കില്ലായിരുന്നു. തിരക്കിൻ്റെ കാര്യമല്ല മോനെ, നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് താമസിപ്പിക്കാൻ പാടില്ലെന്നാ. ഇതാ ജാതകം. അവിടത്തേതോ? കൊണ്ടുവരേണ്ടി വരില്ല. എന്താ? അല്ല, കൊണ്ടുവരാം. നാളെയോ മറ്റന്നാളോ. ശരി. ആദ്യം മോനോ അവൻ അമ്മയെ വിളിക്കാൻ പോയി, കണിയാൻ്റെ അടുത്ത് ചെല്ലാനേ. ഓ അപ്പോൾ ശരി. ശരി ആൻറ്റി. പോട്ടെ. എൻ്റെ ദൈവമേ, എല്ലാം ഒന്ന് നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. ജാതകത്തിന് 10ൽ 10 പൊരുത്തം ഉണ്ടായിരിക്കണേ.